മുതിർന്ന കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാൻ എം പി മീഡിയ വണരോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം തുടങ്ങിയ മേഖലകളിൽ വളരെ ശക്തമായ മുന്നേറ്റമാണ് ഐക്യജനാധിപത്യം വെച്ചത്. ഐക്യജനാധിപത്യം എന്നൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടാണ്. ആ കൂട്ടുകെട്ടിലേക്ക് ആരൊക്കെ വരണമെന്ന് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും മുന്നണിയുടെ അച്ചടക്കവും മുന്നണിയുടെ കെട്ടുറപ്പും മുന്നണിയുടെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടും ഉൾക്കൊള്ളാൻ പറ്റുന്നവരെ പണ്ടും ഐക്യജനാധിപത്യം മുന്നണി സ്വാഗതം ചെയ്തിട്ടുണ്ട്. പലരും മുന്നണിയോടൊപ്പം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു മുന്നണിയുടെ വികസനവുമായി അടിത്തറ വികസനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടെന്ന കാര്യത്തെക്കുറിച്ചിട്ട് UDF ചർച്ച ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം കൂടിയ UDF യോഗത്തിലും അങ്ങനെ ചർച്ച വന്നിട്ടില്ല. പിന്നെ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല അനുഭവങ്ങളാണ് പലരെയും ജനാധിപത്യ മുന്നണിയുമായി അടുപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് നൽകുന്ന പ്രേരണ. അത്തരം കാര്യങ്ങൾ ഏതർത്ഥത്തിൽ തീരുമാനിക്കണമെന്ന് UDF വിലയിരുത്തിയതിനു ശേഷം UDF തീരുമാനിക്കും. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മുന്നണി വിട്ട് പോകാനിടയായ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല. അവർ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അങ്ങനെ അത് മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടോ? എന്ത് ആരോപണമാണ്? ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് ചില ഗൂഢാലോചനകൾ കേരള കോൺഗ്രസ് എമ്മിനെ UDF നീക്കം ചെയ്യാൻ ഒരിക്കലും ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഒരിക്കലും UDF പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞ LDF ആണ്. അങ്ങനെ പറഞ്ഞ LDFനോടൊപ്പമാണ് അവർ പോയത്. ഞങ്ങൾ കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരാരോപണങ്ങളോ ഒരാക്ഷേപങ്ങളോ അഴിമതി ആരോപണങ്ങളോ ഒന്നും ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചതും ബാർക്കോഴ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതും അവർക്കെതിരെ ശക്തമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചതും മാണിസാറിനെതിരെ ബഡ്ജറ്റ് അവതരണത്തിൽ തടസ്സമുണ്ടാക്കിയതും ഇടതുപക്ഷ മുന്നണിയാണ്. അവരോടൊപ്പം അവർ പോയിട്ടുണ്ട്. അവരോടൊപ്പം പോയി അവരുടെ അനുഭവങ്ങൾ അവരിനിയും വിലയിരുത്തണം. ആ വിലയിരുത്തലിൽ അവർക്ക് നേട്ടമുണ്ടായിട്ടില്ലെങ്കിൽ അവർ സ്വാഭാവികമായും ചിന്തിക്കട്ടെ. ഒരു കാര്യം കൂടി, അവർ വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കുറച്ചുകൂടെ എളുപ്പമാവും എന്നാണോ കരുതുന്നത്? ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഐക്യജനാധിപത്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുരക്ഷിതമായ വിജയ അടിത്തറയാണുള്ളത്. ഇനിയും എത്രമാത്രം അത് വിപുലീകരിക്കണമെന്നതിനെക്കുറിച്ച് ഒറ്റയ്ക്കൊരു തീരുമാനം അവർക്ക് എടുക്കാൻ പറ്റും. അതിന് മുന്നണിക്ക് അത് ചർച്ച ചെയ്യപ്പെടും. എന്തായാലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം കേരള കോൺഗ്രസ് എമ്മിൻ്റെ വരവിനെ സ്വാഗതം ചെയ്യുകയാണ്.